ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെങ്കിൽ നമ്മളൊരു ബ്ലൗസിലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം ചെയ്യണം, എന്ത് ചെയ്യണം. ഫസ്റ്റ് ഇപ്പോൾ ബിഗിനേഴ്സിനാണ് ഇത് മെയിനായിട്ട് വേണ്ടത്. ഫസ്റ്റ് തന്നെ എടുക്കുമ്പോൾ എന്തെല്ലാം എടുക്കണ്ട അങ്ങനത്തെ എല്ലാം ചിന്ത വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ഡിസൈൻ ആവശ്യമുണ്ടായ സാധനം എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇതാ ഒരു 4 തരം കല്ലുകളുണ്ട്. അതിൽ നിന്ന് ഒരു ടൈപ്പ് ഇത്, പിന്നൊരു ടൈപ്പ് ഇത്, പിന്നൊരു ടൈപ്പ് ഇത്, പിന്നൊരു ടൈപ്പ് ഇത്. പിന്നെ വേണ്ടത് ദേ നൂല്, നമ്മൾ എംബ്രോയ്ഡറിൻ്റെ ഈ നൂലാണ് വേണ്ടത്. പിന്നെ ഒരു സൂചി, ഈ നമ്മൾ എടുത്ത ഇതിലെ ബീഡ്സ് എല്ലാം അത് പോന്നത്തക്കത്ത രീതിയിലുള്ളൊരു സൂചിയും. ഇത്രയാണ് ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം. നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെ വെക്കണം. ഓക്കെ, ശേഷം എല്ലായിടത്തും നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ബ്ലൗസിലേക്ക് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഈ സാരീൻ്റെ ബ്ലൗസിൻ്റെ സാരിൻ്റെ ഡിസൈൻ്റെ കളറ് ഒന്ന് കോഫി കളറും ഒന്ന് പച്ചയാണ്. സോ നമുക്ക് അത് 2 കളർ തന്നെ മാച്ചാവുന്ന തക്കത്തിലായിരിക്കണം അതിൻ്റെ ബീഡ്സും കാര്യമെല്ലാം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ കൊത്തിയിട്ട് വലിക്കാം. കുറച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ ടൈപ്പിലുള്ളത് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം അടിവശത്തുനിന്ന് കൊത്തിയിട്ട് മുകളിലോട്ടേക്ക് വലിക്കുക. എന്നിട്ടായിട്ട് നീക്കുക. 2 ട്യൂബ് ബീഡ്സ് ഇല്ലേ, അതിടാം. പിന്നെ സാദാ ബീഡ്സ് ഇങ്ങനെ ഇടാം. ഈ ലാസ്റ്റത്തെ ഈ ഒരു ബീഡ്സ് ഇല്ലേ, സാദാ ബീഡ്സ്, അതിനെ നമുക്ക് ദൂരാക്കാം. ദൂരാക്കിയിട്ടായിട്ട് ഈ സെക്കൻഡ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് ഇട്ടിട്ട് മുകളിലോട്ട് വലിക്കുക. ഫസ്റ്റത്തെ ബീഡ്സിനെ ഇറക്കണം. അപ്പോൾ ഒരു ടൈറ്റായിട്ട് കണ്ട. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ പണി എന്താണെങ്കിൽ പിന്നെ ഒരു ട്യൂബ് ബീഡ്സ് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കാം. കണ്ടോ, ഇപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ കുത്തിയെങ്കിൽ എന്താവും, ഈ ഒരു ആംഗിളിൽ വരും. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ. ഇപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ടൈപ്പ് അല്ലേ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തന്നെ കൊത്തിത്താത്ത. ഓക്കെ, ടൈറ്റാക്കിയിട്ട് വലിക്കണം. എന്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ഗ്യാരണ്ടി വേണം. കറക്റ്റ് മനസ്സിലായോ? അതിലെടുക്കാം. 2 ബീഡ്സ് വേണ്ട ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ 2 ബീഡ്സ്. ഇപ്പം നമുക്ക് പഠിച്ചിട്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡിസൈൻ നമുക്ക് ക്ലിക്കാവും മൈൻഡിൽ. നമുക്ക് കുറച്ച് പഠിച്ചിട്ടാകുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ 2 ഇതിട്ടിട്ട് ഒരു സാധാ ബീഡ്സ് ഇടാം. ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു ഡിസൈൻ ഇത് ഇങ്ങനെ. ഇപ്പം നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടാകുമ്പോൾ എന്താവും, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും ഏതെങ്കിലും ഡിസൈൻ പഠിച്ചിട്ടാകുമ്പോൾ. നോർമലി അങ്ങനെ ഉണ്ടല്ലോ അല്ലേ.
നമുക്കും തോന്നില്ല പലതും, പല ഡിസൈൻസ് നമ്മളെ മൈൻഡിലും വർക്കൗട്ടാവും. പിന്നെ ഇങ്ങനെ എന്നിട്ടായിട്ട് ഇത് ഹാൻഡിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ശരി. മറ്റു ചില ചെയ്യലുണ്ട് റിങ്ങിൽ വെച്ചിട്ട്, അത് ഞാൻ കാണിക്കാം. ടൈറ്റ് ചെയ്തണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നുണ്ടായത്. ഇടയ്ക്ക് 1 2 3 4 5 5-ന് ശേഷമാണ് സാധാ ബീഡ്സിൻ്റെ അടുത്ത് പകരം ഈ ഒരു കളറ്, കാപ്പി കളറ് ബീഡ്സ് കൊടുക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. സംശയം ഉണ്ടാൾ ചോദിക്കാം, എത്ര സംശയം ചോദിച്ചാൽ പറഞ്ഞു തരും. എത്ര തവണ പറഞ്ഞു തരാം. ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കുക, ഇരുന്ന് പഠിക്കാം. ഒരു ആൾ ചോദിച്ചിട്ടുണ്ടായിന് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങിൻ്റെയും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇതാ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കണ്ട, ഇത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കും സംഭവിക്കും. ഇതിപ്പോൾ വീർത്ത് സംഭവിക്കാതെ ഇങ്ങനെയായിട്ട് കണ്ട, കുറച്ച് നൂലെല്ലാം കണ്ട ഇങ്ങനെയാവും. അതെന്താക്കണ്ടായിരുന്നു അങ്ങനെ ആയെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിക്കാം. എന്നിട്ട് ക്ലിയർ ആണെന്നറിയില്ല, ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു തരാം. ഓക്കെ, കണ്ടോ? അത്രയേ ഉള്ളൂ പണി. പഠിച്ചെങ്കിൽ ഈസിയാണ്. ബിഗ്നേഴ്സിന് ടഫായിട്ട് തോന്നുന്നുണ്ടാവും, കാരണം ഞങ്ങൾക്കും നല്ല ടഫായിട്ട് തോന്നിനി. പിന്നെ റിങ് ഇല്ലാത്ത ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ റിങ്ങൊന്നും വാങ്ങാത്ത, അപ്പോൾ ഇങ്ങനത്തെ താല്പര്യം ഉണ്ടാവില്ല. അതിനാണ് ഇങ്ങനെ കാണിക്കുന്നത്. റിങ്ങിലിട്ടിട്ട് ഞാൻ കാണിക്കുക. ഇത് കയ്യിലിപ്പോൾ റിങ്ങലില്ലാത്ത ആൾ ജസ്റ്റ് ബീഡ്സും നൂലും സൂചിയും മാത്രം ഉണ്ടാവും, അവർക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ കാപ്പി കളറിൻ്റെ വരെ ചെയ്തിട്ട് കാണിച്ചു തരാം. വേറെ ടൈപ്പ് ലാസ്റ്റത്തത് എന്താക്കണം, ലാസ്റ്റ് ഇട്ട ബീഡ്സ് നമ്മൾ ദൂരം വെക്കണം. അതിൻ്റെ തേയിലാണ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്. 2ലേക്ക് ഇടണ്ട കേട്ടോ, 1ലേക്ക് മാത്രം. ഇത് ഈ സംഭവം ഇവിടെ ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ടൈറ്റിൽ നിൽക്കില്ല. എന്നിട്ട് വലിക്കാം. വലിച്ചിട്ടായിട്ട് ഇങ്ങനെ ആക്കാം. ഇതിങ്ങനെ ഇപ്പോൾ ആക്കിയെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആക്കിയെങ്കിൽ ഇവിടെ ഉണ്ടാവും. എങ്ങനെ നമ്മൾ സൂചി കുത്തുന്നു അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കിതാ ഞാൻ ചെയ്ത ഡിസൈൻ ഇങ്ങനെയാണ്. 5 1 2 3 4 5. ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താക്കും, കാപ്പി കളറ് ഇത് ആഡാക്കും. സാധാ ബീഡ്സിന് പകരം കാപ്പി കളർ. രണ്ട് ട്യൂബ് ബീഡ്സ് ഇട്ട് ഇതാ വേറൊരു ഡിസൈനിലുണ്ടായതുണ്ടായിട്ട് അതും ഇട്ട്, എന്നിട്ട് എന്താക്കണം, ഇത് ദൂരം വെക്കുക. കുറച്ച് ദൂരം, കുറേ ഉണ്ടാവും.
കുറേ വെച്ച് ബിഗ്നസിന് ഭയങ്കര പണിയാവും. പണി അല്ല, ഈസിയാണ്. പക്ഷേ ഫസ്റ്റ് ആകുമ്പോൾ കുറച്ച് കഷ്ടം തോന്നും. കൈ കടിയും അങ്ങനെയുള്ള കടിയും നടുവേദനയെല്ലാം ഉണ്ടാവും. ഫസ്റ്റാണ്. പയ്യെ ശരിയാവും. ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ട പിസ്യത്തിലായിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ എന്തായി പോയി. അപ്പോൾ ഇനി ഞാൻ എന്താക്കും, ഇതിലൊരു ട്രിക്കുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ട് നൂല് കോക്കേണ്ട ഒരു രീതി. ഇപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ മാത്രം കെട്ടിടുന്നത്, രണ്ട് സൈഡിലില്ല. അപ്പോൾ എന്താവും, നമ്മളെ രീതി നൂലിൻ്റെത് ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താക്കാം, വലിച്ചില്ലേ. ഇനി ഈ സൂചി ഇതിന് റിമൂവ് ആക്കാൻ കഴിയും. ഓക്കെ, ഇതാ വലിച്ചെടുക്കാൻ കഴിയും നമ്മളൊന്ന് സൂചി വലിച്ചെടുക്കണം. സൂചി വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഇതില്ലേ, ഈ മുകളിലേക്ക് ഞാൻ ഇപ്പോൾ ഇടാതെ ഒരു 2 ബീഡ്സ് ഇടാതെ ആയതുകൊണ്ട് അത് തെറ്റിയില്ലേ. അതൊരു ഗുണമായി. നിങ്ങൾക്ക് ഇതും പറഞ്ഞു തരാമല്ലോ. ഇതും സംഭവിക്കുന്നതിനെ നമ്മൾ സ്റ്റിച്ച് ആക്കുമ്പോൾ ഇതും സംഭവിക്കലുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ എല്ലാം പൊടിച്ച് അതിലേ തുടങ്ങണമെന്നില്ല. നമുക്കിതാ നല്ലൊരു ട്രിക്കാണിത്. ഇതിങ്ങനെ ആക്കുക. അനുസരിച്ച് ഇപ്പം എന്താ ഈ മുകളിലേക്ക് തന്നെ വന്നില്ലേ, വന്നില്ലേ. ഓക്കെ, എന്നിട്ടേക്ക് അതിലേ സൂചിനെ കോർക്കാം. എന്നെ സംബന്ധിച്ച് സൂചിനെ കോർക്കണം ഏറ്റവും വലിയ പണി. കാരണം സൂചി നമുക്ക് അതിൽ നിന്ന് സൂചിനെ ഇങ്ങനെ കോർത്തിട്ടെടുക്കാം. അപ്പോൾ എന്തായി, നമ്മൾ ഇതാ ഒരു സൈഡ് കെട്ട് ഇടാത്തതുകൊണ്ട് ഇതാ